ഗൈസ് വെൽക്കം ബാക്ക് ടു സെമി K12 വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എൻ്റെ മലയാളത്തിലാണ് കേട്ടോ. കുറേ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു മലയാളത്തിൽ വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾ ആദ്യം എൻ്റെ വീഡിയോ കണ്ടപ്പോൾ ആലോചിക്കുന്നുണ്ടാവും ഈ പെണ്ണിന് എന്ത് പറ്റി, മഫ്തൊക്കെ ഇട്ടിട്ടുണ്ടല്ലോ എന്ന്. അപ്പോൾ ആരാണല്ലേ ചേഞ്ച് ആഗ്രഹിക്കാത്തത്. അപ്പം ഞാൻ തീരുമാനിച്ചു 2025 ഹിജാബുമായിട്ട് വീഡിയോ ചെയ്യാമെന്ന്. ഓൾറെഡി എനിക്ക് ആദ്യം ഇഷ്ടമുണ്ടായിരുന്നു കേട്ടോ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്, മഫ്ത ഇടാൻ വേണ്ടിയിട്ട്. പക്ഷേ എനിക്കെന്തോ ഒരു കംഫേർട്ട് കിട്ടുന്നുണ്ടായിട്ടില്ല. കുറേ പേര് പറയുന്നുണ്ടായിരുന്നു ഹിജാബ് ഇടണം എന്ന്. അല്ലാത്ത ടൈമിൽ ഞാൻ ഇടാറുണ്ട്, വീഡിയോക്ക് വേണ്ടിയിട്ട് മാത്രമാണ് ഇടാത്തത്. പക്ഷേ ഇനി മുതൽ ഞാൻ കുറച്ച് നന്നായിട്ടാ. അങ്ങനെ ഞാൻ ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ 2024 എൻ്റെ ലൈഫ് എങ്ങനെ ഉണ്ടായിരുന്നു എന്ന്. അപ്പം നല്ല അടിപൊളിയായിരുന്നു അങ്ങനെ പറയണമെന്നൊക്കെ. അപ്പോൾ 2024 നല്ല അടിപൊളിയായിരുന്നു എന്നൊക്കെ പറയാനൊക്കെ ആഗ്രഹമുണ്ട്. പക്ഷേ പോരാട്ടാ, കാരണം കുറേ സങ്കടങ്ങളും സന്തോഷങ്ങളും ഒക്കെ ഉണ്ടായിരുന്നതാണ് 2024. അതുപോലെ നല്ല ഫ്രണ്ട്സ്, ഇൻകമും ഔട്ട് ഗോയിങ്ങും എല്ലാം ആയിട്ടുണ്ട് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2023 ലാസ്റ്റ് ആകുമ്പോഴാണ് ഞാൻ കൊടകിലോട്ട് എൻ്റർ ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ടായിട്ട് എനിക്ക് 2024 ഏറ്റവും വലിയ അസറ്റ് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻസ്റ്റഗ്രാം തന്നെയാണ്. കാരണം ഞാൻ അതിന് മുന്നേ ഇൻസ്റ്റഗ്രാമിൽ ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇവിടെ ആദ്യമായിട്ട് കൊടകിലോട്ട് വന്ന സമയത്ത് ഇൻസ്റ്റഗ്രാം ഞാനിങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് 1-2 റീലിട്ട് തുടങ്ങിയപ്പോൾ പെട്ടെന്ന് റീലൊക്കെ വൈറലാവാൻ തുടങ്ങി. അപ്പോൾ ഞാൻ വിചാരിച്ച് ഇൻസ്റ്റഗ്രാം മുന്നോട്ട് പോകാമെന്ന് ഓർത്ത് അങ്ങനെ ഇൻസ്റ്റഗ്രാമിൽ റീലൊക്കെ ഇട്ട് നല്ല ഹൈപ്പ് കിട്ടിയിട്ടോ. പെട്ടെന്ന് തന്നെ ഏകദേശം ഒരു 3 മാസത്തിൽ എനിക്ക് ഏകദേശം ഒരു 20-25,000 ഫോളോവേഴ്സ് 3 മാസത്തിൽ തന്നെ ഇൻസ്റ്റഗ്രാം സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ ഫോളോവേഴ്സൊക്കെ കൂടി. അത് കഴിഞ്ഞിട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻസ്റ്റഗ്രാമിൽ തന്നെ നമ്മൾ പ്രൊമോഷൻ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങിയപ്പോൾ തന്നെ സ്ട്രൈക്ക് വന്നിട്ട് ഒരു വീഡിയോ ചെയ്തപ്പോൾ സ്പാം വീഡിയോ കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ 3 മാസത്തോളമായി ഇപ്പോൾ സ്ട്രൈക്ക് കിട്ടിയിട്ട് ചാനലിന്. ഈ ജനുവരി 11-നാണ് നമ്മുടെ ഇൻസ്റ്റഗ്രാം വീണ്ടും പഴയതുപോലെ ആവുന്നത്. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞു വന്നത്. കാരണം സന്തോഷമുണ്ട് സങ്കടമുണ്ടെന്ന്. എന്ന് വെച്ച് കഴിഞ്ഞാൽ 2024 ഏറ്റവും വലിയ സന്തോഷം എനിക്ക് ഇൻസ്റ്റഗ്രാമിൽ റീച്ച് കിട്ടിയത് തന്നെയാണ്. അത് കഴിഞ്ഞ് ഞാൻ ഇവിടെ വന്ന് നാപ്പോക്ക് CMCയിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. CMC അത്യാവശ്യം നല്ല ഹോസ്പിറ്റലാണ്. അപ്പോൾ അവിടെയാണ് ഞാൻ ആദ്യം വന്നിട്ട് ജോബ് ചെയ്തുകൊണ്ടിരുന്നത്. അതിൻ്റെ ഇടയിൽ വീണ്ടും ഞാൻ ഓർത്ത് എനിക്ക് സ്വന്തമായിട്ട് ലാബ് ഇടാമെന്ന്. അങ്ങനെ ഞാൻ അതിൻ്റെ പുറകെ പോയി കേട്ടോ. ലാബ് ഇടാൻ വേണ്ടിയിട്ട് പോയിട്ട് ആദ്യം ഇങ്ങനെ നമ്മൾ എല്ലാവരും ചെയ്യുന്ന പോലെ തന്നെ റൂമൊക്കെ എടുത്ത് ഏകദേശം പണിയൊക്കെ കംപ്ലീറ്റ് അല്ല, ഒരു 30% കംപ്ലീറ്റ് ആകുമ്പോഴത്തേക്ക് അതിൻ്റെ ഇടയിൽ എനിക്കൊരു പണി വന്ന്. കാരണം എന്താണെന്ന് വെച്ചാൽ ഗവൺമെൻറ് ഹോസ്പിറ്റലിൻ്റെ അടുത്ത് 200 മീറ്ററിൽ ഇത് കിട്ടൂലാന്ന്, ലൈസൻസ് കിട്ടൂലാന്ന്. അങ്ങനെ അതൊക്കെ ലാബ് ക്ലോസ് ചെയ്യാൻ തന്നെ തീരുമാനിച്ചു. അങ്ങനെ ആ പൈസയ്ക്ക് പോയി കുറേ ഡിപ്രഷനിലേക്ക് ഞാൻ പോയിട്ടാ. ഡിപ്രഷനിലേക്ക് ഇങ്ങനെ പോയി പിന്നെ ഞാൻ ഉറങ്ങാറില്ല, ഫുഡ് കഴിക്കാറില്ല, അങ്ങനെയൊക്കെ ആയി. അങ്ങനെ ഈ പറഞ്ഞു വന്നത് ഞാൻ ആ ഒരു ഡിപ്രഷന്, അതായത് ലാബ് ഓപ്പൺ ആക്കാൻ പോയി. വീണ്ടും എനിക്കെതിരെ നല്ലോണം കുറേ പേര് കളിച്ചിട്ടുണ്ടായിരുന്നു. കാരണം അത് അവരും പഠിച്ചവനും ആയിക്കോട്ടെ എന്ന് ഞാൻ വിട്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാളെ ഉപദ്രവിക്കുന്നതിൽ ചെറിയൊരു അതൊന്നും ഞാൻ പറഞ്ഞിട്ട് കാര്യമില്ല ഇപ്പോൾ. അപ്പോൾ അങ്ങനെ ആ ഡിപ്രഷൻ പോയിട്ടും ഞാൻ കുറേ ഇങ്ങനെ സ്ട്രഗിൾ ചെയ്ത് ഇങ്ങനെ ആൾക്കാരെ മുന്നിലൊക്കെ ഇറങ്ങാൻ മടിയായിരുന്നു. കാരണം അത്യാവശ്യം എല്ലാവർക്കും അറിഞ്ഞിട്ടുണ്ടായിരുന്നു. എല്ലാവരും എന്നോട് ചോദിക്കായിരുന്നു ലാബ് എന്തായി എന്ന്. പിന്നെ ഞാൻ തീരുമാനിച്ച് വേറെ എവിടെയെങ്കിലും ജോലിക്ക് പോവാം, ഔട്ട്സൈഡ് ബാംഗ്ലൂർ. അങ്ങനെ ഞാൻ ബാംഗ്ലൂർ ജോലിക്ക് പോകാൻ തീരുമാനിച്ചിരിക്കുമ്പോഴാണ് എൻ്റെ ഒരു ഫ്രണ്ട് എന്നെ വിളിച്ചിട്ട് പറയുന്നത് നാപ്പോക്കിൽ വീണ്ടും ഒരു റൂമുണ്ട്, ട്രൈ ചെയ്യുന്നു ലാബ് ഇടാൻ വേണ്ടിയിട്ടെന്ന്. അപ്പോൾ ഓൾമോസ്റ്റ് ഞാൻ അതായത് ചൂടുവെള്ളത്ത് വീണ പൂച്ച പച്ചവെള്ളം കണ്ടാലും പേടിക്കുമെന്ന് അറിയില്ലേ, അതേപോലെയായിരുന്നു എൻ്റെ അവസ്ഥ. വീണ്ടും എന്തെങ്കിലും പ്രശ്നം വരുമോ, ലൈസൻസ് കിട്ടൂലേ, അങ്ങനെയൊക്കെയായിരുന്നു എൻ്റെ പേടി. അപ്പം ഞാൻ വിചാരിച്ച് എന്തായാലും ഇതിനിറങ്ങി ഇനി തുറന്നിട്ട് തന്നെ കാര്യം എന്ന് വിചാരിച്ചിട്ട് ഞാൻ 2024 കേട്ടോ പറയുന്നത്. അപ്പോൾ വീണ്ടും ഞാൻ മുന്നോട്ട് തന്നെ പോയിട്ടോ. അതിന് ഈ പറയുന്ന പോലെ എനിക്ക് ഈ പ്രശ്നം ഉണ്ടാകുമ്പോഴൊക്കെ എനിക്ക് ഒരുപാട് നല്ല ഫ്രണ്ട്സ്, നല്ലോണം ധൈര്യം തരുന്ന ഫ്രണ്ട്സ് കുറച്ച് പേരുണ്ടായിരുന്നു. അവരൊക്കെ എന്നെ വിളിച്ചിട്ട് പറയുന്നുണ്ടായിരുന്നു എന്തായാലും ഫ്ലോപ്പ് ആയില്ലേ, അപ്പം നീ മുന്നോട്ട് പോവണം, ഇങ്ങനെ വേറെ അടുത്ത് ജോലിക്ക് പോകണ്ട, നീ ഇതിന് മുന്നേ വന്നതല്ലേ, പോയിക്കോ എന്ന് പറഞ്ഞ്. അങ്ങനെ വീണ്ടും ആ ഒരു എയിമിലേക്ക് മുന്നോട്ട് നടക്കാൻ തുടങ്ങി. അങ്ങനെ മാഷാ അല്ലാഹ് അത് സക്സസ് ആയി, അൽഹംദുലില്ലാ. ഇപ്പം നല്ലോണം പോകുന്നുണ്ട് ആ ലാബ്.
അതുപോലെ ആ ഒരു സ്റ്റേജ് ഞാൻ കടന്നു വന്ന് 2024. അത് കഴിഞ്ഞിട്ട് എന്താണെന്ന് വെച്ചാൽ ഈ പറഞ്ഞ പോലെ ഫ്രണ്ട്ഷിപ്പിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നല്ല ഫ്രണ്ട്സ്, അത്യാവശ്യം നല്ല ഫ്രണ്ട്സ് തന്നെയാണ് എനിക്ക് 2024 കിട്ടിയത്. കാരണം നല്ല ഫ്രണ്ട്സ് ആണെങ്കിലും അവരെ കുറിച്ച് എനിക്ക് കുറ്റം പറയാനില്ല. ഞാൻ കുറച്ച് ഷോർട്ട് ടെമ്പറാണ്. അപ്പോൾ എൻ്റെ ഭാഗത്തുനിന്നും എനിക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കിങ്ങനെ ഡയറക്റ്റായിട്ട് ചോദിക്കാണ്ട് മനസ്സിൽ ഹൈഡ് ചെയ്ത് വെക്കുന്നൊന്നും ക്യാരക്ടർ എനിക്ക് ഇഷ്ടമില്ല. എന്നെ കുറിച്ചിട്ട് എനിക്ക് എന്തെങ്കിലും കണ്ടാൽ പെട്ടെന്ന് റിയാക്ട് ചെയ്യണം. എന്നെക്കുറിച്ച് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ ആരെങ്കിലും വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പെട്ടെന്ന് ചോദിച്ചപ്പോൾ ചിലപ്പോൾ ആ ഫ്രണ്ട്ഷിപ്പ് അവിടെ നിന്ന് പോകും, എന്താകും, അതില്ലാണ്ടായിപ്പോവും. അതിപ്പോൾ അവരെ മാത്രം കുറ്റമായിട്ട് എനിക്ക് പറയാൻ ഇല്ല. കാരണം എന്താണെന്ന് വെച്ചാൽ എൻ്റെ മിസ്റ്റേക്കും ഉണ്ടാവാറുണ്ട്. ഫ്രണ്ട്ഷിപ്പ് കീപ്പ് ചെയ്യുന്നതിൽ എൻ്റെ മിസ്റ്റേക്കും നല്ലോണം ഉണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഒന്നാമത് ഈ ക്യാരക്ടറാണ്, ഷോർട്ട് ടെമ്പർ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് ആർക്കും അങ്ങനെ ഇഷ്ടപ്പെടില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ പെട്ടെന്ന് റിയാക്ട് ആകുമ്പോൾ അവർക്ക് അവരുടേതായ ക്യാരക്ടർ ഉണ്ടാവുമല്ലോ. അവർക്ക് തോന്നും, അവരെ സൈഡിൽ നിന്ന് നോക്കുമ്പോൾ തോന്നും ഞാൻ ചെയ്യുന്ന തെറ്റാണെന്ന്, ഞാൻ എൻ്റെ സൈഡിൽ നിന്ന് നോക്കുമ്പോൾ തോന്നും അവർ ചെയ്യുന്ന തെറ്റാണ്. അതുപോലെ ആ പോയ ഫ്രണ്ട്സിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത് ഏറ്റവും നല്ല കാര്യം തന്നെയാണ്. അവരെൻ്റെ ലൈഫിൽ വന്നത് ഏറ്റവും അടിപൊളിയാണ്. അതേപോലെ പോയതിൽ നല്ല സങ്കടമുണ്ട്, നല്ല വേദനയുണ്ട്. പക്ഷേ അവർ തിരിച്ചു വരണമെന്നൊന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം അവരവരെ ലൈഫാണ്, അവർക്ക് ആരെ വേണമെങ്കിലും ഫ്രണ്ട്സ് ആക്കാം, ആരെ വേണമെങ്കിലും ചൂസ് ചെയ്യാം. അപ്പോൾ ഈ ഒരു സംഭവം ഫ്രണ്ട്ഷിപ്പ് 2024 പോയതാണ് എനിക്ക്. അതുപോലെ ഉള്ള ഫ്രണ്ട്സ് അവിടെ തന്നെ ഉണ്ട് കേട്ടോ. ചില വന്ന ഫ്രണ്ട്സ് ആ ഒരു വർഷത്തിൽ തന്നെ തിരിച്ചു പോയിട്ടുണ്ട്. പിന്നെ ഫ്രണ്ട്ഷിപ്പിനെ കുറിച്ച് കഴിഞ്ഞ് പിന്നെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞ പോലെ 2024 ഇൻസ്റ്റഗ്രാം, ലാബ്, അതുപോലെ സ്കൂട്ടി, പിന്നെ അതല്ലാണ്ട് ഞാൻ ഐഫോൺ വാങ്ങിയതും 2024 തന്നെയാണ്. അതുപോലെയാണ് 2024 ഈ വന്ന് ഇപ്പോൾ 2025 നമ്മൾ ഏകദേശം ഒരു 3-4 ദിവസമുണ്ട്. ഈ 3-4 ദിവസത്തിലൊന്നും എനിക്ക് ഡ്രീം ഉണ്ട്, പക്ഷെ അതൊന്നും സാധിക്കില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഞാൻ 2025 വെച്ച ഒരു പ്ലാനാണ്. അതൊക്കെ ഇൻഷാ അല്ലാഹ് ഞാൻ 2025 നേടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. കാരണം ലൈഫല്ലേ, നമ്മൾ ടൈം എടുക്കണമല്ലോ. പിന്നെ പറയുകയാണെങ്കിൽ 2024 അതന്നെ ഈ പറഞ്ഞ പോലെ എല്ലാവർക്കും ഒന്നും സന്തോഷം മാത്രം നിറഞ്ഞ ജീവിതം ഒന്നും ആർക്കും ഉണ്ടാവില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ചില ആൾക്കാർ നമ്മൾ അപ്പുറം നോക്കുമ്പോൾ വിചാരിക്കും അവർക്ക് ജോലിയുണ്ട്, പിന്നെ നല്ല ഡ്രസ്സ് ഇടുന്നുണ്ട്, അതുണ്ട് ഇതുണ്ട്, രാവിലെ എണീച്ച് പോകുന്നുണ്ട്, സാലറി ഉണ്ട്, നല്ല സുഖമുണ്ട് എന്ന്, ലൈഫിൽ നല്ല സുഖമുണ്ടെന്ന്. പക്ഷേ ഈ പറഞ്ഞ സുഖം എല്ലാവരെ പോലെ നമ്മൾ വിചാരിക്കുന്നുണ്ടാവും മറ്റുള്ളവരെ കാണുമ്പോൾ അവരെ ലൈഫ് 2024 അടിപൊളിയാണെന്ന്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് തോന്നും ഇവരെ ലൈഫ് അടിപൊളിയാണെന്ന്, നമുക്ക് തോന്നും അവരെ ലൈഫ് അടിപൊളിയാണെന്ന്. പക്ഷേ സംഭവം എല്ലാവരുടെ ലൈഫിലും നല്ലതും ചീത്തയൊക്കെ ഉണ്ടാവും കേട്ടോ. ലൈഫാകുമ്പോൾ അങ്ങനെയാണ്. ആർക്കും ഇങ്ങനെ പടച്ചോന് വാരിക്കോരി ഇന്ന് നീ സന്തോഷിച്ചോ എന്ന് പറഞ്ഞിട്ടൊന്നും ആർക്കും ലൈഫ് കൊടുക്കില്ല. ഇല്ല വാരിക്കോരി നീ കരഞ്ഞോണ്ടിരുന്നോന്നും പറഞ്ഞിട്ട് ആർക്കും കൊടുക്കില്ല. രണ്ടും മിക്സായിട്ടുള്ള ലൈഫാണ് പടച്ചോൻ തരിക. അപ്പോൾ അതിനൊക്കെ നേരിട്ടിട്ട് നമ്മൾ മുന്നോട്ട് പോകണം. പിന്നെ ഈ പറഞ്ഞ പോലെ ചില ആൾക്കാർ എന്നോട് പറയാറുണ്ട് നിനക്ക് ജോലിയുണ്ട്, നിനക്ക് സാലറി ഉണ്ട്, നിൻ്റെ കാര്യങ്ങൾ നിനക്ക് നല്ല സുഖമാണ്. ഞാൻ ഇപ്പം പറയാം ആ പറഞ്ഞ സുഖമൊന്നും ഇല്ല കേട്ടോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ ഡ്യൂട്ടിക്ക് പോകുമ്പോൾ നമ്മുടെ ബോസിൻ്റെ കയ്യിൽ നിന്ന് ചീത്ത വെക്കണം, ചിലപ്പോൾ നമ്മുടെ ഫ്രണ്ട്സിൻ്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ. നമ്മളിപ്പോൾ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ തന്നെ നമ്മൾ ഒരുപാട് ആൾക്കാരെ കാണേണ്ടതാണ്. അപ്പോൾ അത്രയും പേര് ആൾക്കാരെ ക്യാരക്ടർ നമുക്ക് സെറ്റായിട്ടില്ലെങ്കിൽ നമ്മൾ റിയാക്റ്റ് ആക്കും. അപ്പോൾ അവിടെ ക്ലാഷ് ഉണ്ടാവും. അപ്പോൾ അങ്ങനെയൊക്കെയാണ് സംഭവം. അപ്പോൾ നിങ്ങൾ വിചാരിക്കും അവരുടെ ലൈഫ് അടിപൊളിയാണെന്ന്, ഒരിക്കലും കരുതരുത്. നിങ്ങൾ വിചാരിക്കുക ഞങ്ങളുടെ ലൈഫ് അടിപൊളിയാണെന്ന്, അപ്പോൾ നിങ്ങൾ അടിപൊളിയായിരിക്കും. അതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഈ 2024. അപ്പോൾ കഴിഞ്ഞതൊക്കെ കഴിഞ്ഞ് 2024 എന്തായാലും വന്നവർക്കും പോയവർക്കും എല്ലാവർക്കും നന്ദി. പിന്നെ അതേപോലെ പറയാനുള്ളതെന്ന് വെച്ചാൽ പിന്നെ കുറേ പേര് എന്നോട് ചോദിക്കാറുണ്ട് എൻ്റെ ഫാമിലി ലൈഫ് എന്താണ്. പിന്നെ കുറേ പേര് അതും ഇതൊക്കെ ഇല്ലാത്തതും ഉള്ളതൊക്കെ എന്തൊക്കെയോ പറയാറുണ്ട്. പക്ഷേ ഞാൻ എൻ്റെ ഫാമിലി വീഡിയോ ചെയ്യണമെന്ന്, എൻ്റെ ജീവിതത്തെക്കുറിച്ച് വീഡിയോ ചെയ്യണമെന്ന് ഒരുപാട് നാളായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. ആ വീഡിയോ അടുത്ത വീഡിയോയിൽ വരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ എന്നെ കാണുക, എൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ശരി, എന്നാൽ മറ്റൊരു വീഡിയോയിൽ കാണാം. സ്റ്റിൽ ദെൻ ബൈ ബൈ.